സംഭവബഹുലമായ പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് വിധിയെഴുതി. പോളിംഗ് 70% കടന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്നുണ്ട്. മെഷീൻ തകരാറായത് പലയിടത്തും ജനങ്ങളെ വലച്ചു. 6 മണിക്ക് ശേഷവും ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വെണ്ണക്കരയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് വഴിവെച്ചു. ബൂത്തിലെത്തി വോട്ട് തേടിയെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. സമഗ്ര വിവരങ്ങളുമായി രാഗിൻ പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. രാഗിൻ, ഈ പ്രചാരണ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതേ രീതിയിൽ തന്നെയായിരുന്നു ഒരുപക്ഷെ ഈ വോട്ടെടുപ്പ് ദിനവും? പലയിടങ്ങളിലും പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്ര ശതമാനം വോട്ട് കുറഞ്ഞിട്ടുമുണ്ട്. അതും മുന്നണികൾക്ക് ഒരാശങ്കയായിരുന്നുണ്ട്. ആകെ മൊത്തം എങ്ങനെയായിരുന്നു ചിത്രം? വെണ്ണക്കരയിൽ ഉൾപ്പെടെ ചെറിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് ശതമാനം ഇപ്പോൾ പുതിയതായി വന്നിട്ടുണ്ട്. അതായത് 70.51% ഈ പോളിംഗ് നില അല്ലെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് ആയി വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 5000 വോട്ട് കുറവാണ്. അതായത് ഇപ്രാവശ്യം 1,37,302 പേർ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് വ്യക്തമാകുന്നത്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് പെർസെൻറ്റേജിൽ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് അല്പം ഒന്ന് കുറയാറുണ്ട്. അത്തരത്തിലുള്ള ആനുപാതികമായിട്ടുള്ളൊരു കുറവ് മാത്രമാണ് പാലക്കാടും ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 74.5% പോളിംഗ്. അത്രത്തോളം വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ്. എന്തായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടിയും കിഴിച്ചും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വോട്ടിംഗ് ഘടന സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കണക്കെടുപ്പ് മുന്നണികൾ നടത്താൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും അവകാശവാദങ്ങളുമായി 3 മുന്നണികളും രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ നഗരസഭ പരിധിയിലെ പോളിംഗ് പെർസെൻറ്റേജ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാര്യമായ രീതിയിൽ താഴ്ന്നിട്ടില്ല എന്നതാണ് BJP ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. BJP പറയുന്നത് നഗരസഭയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ മറ്റ് 3 പഞ്ചായത്തുകളിലും നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ്. അതോടൊപ്പം തന്നെ UDF ക്യാമ്പ് പറയുന്നത് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ മുന്നോട്ട് വരാൻ കഴിയും എന്നതാണ് UDF ക്യാമ്പ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പിരാരിയിൽ ഉൾപ്പെടെ മുന്നേറ്റം ഉണ്ടാകും എന്നതാണ് അവർ പറയുന്നത്. മാത്രമല്ല നഗരസഭയിൽ നില മെച്ചപ്പെടുത്തി മുന്നോട്ട് വരാൻ കഴിയുമെന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ LDF ആണെങ്കിൽ LDF വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്താണെങ്കിലും വിജയപ്രതീക്ഷ തന്നെയാണ് LDF-ഉം വച്ചു പുലർത്തുന്നത്. LDF പറയുന്നത് ഈ നിഷ്പക്ഷ വോട്ടുകൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലും BJP-യിലുമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇതൊക്കെ LDF-ന് നേട്ടമായി വരും എന്നതാണ് LDF പറയുന്നത്. അതോടൊപ്പം തന്നെ കണ്ണാടി, മാത്തൂർ ഈ 2 പഞ്ചായത്തുകളിലും ലീഡെടുക്കാൻ കഴിയുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. എന്തായാലും വിശദമായിട്ടുള്ള വോട്ട് പരിശോധന അത്തരം കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വെണ്ണക്കരയിൽ നമ്മൾ കണ്ടു അത്തരത്തിലുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJP ജില്ലാ അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്താൻ വന്നാൽ തടയുമെന്ന നിലപാട് UDF സ്വീകരിച്ചു. പക്ഷേ അധ്യക്ഷൻ എത്തിയില്ല. അതിന് അദ്ദേഹം വിശദീകരണം തന്നു. അത് എത്താതിരുന്നത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ഇടയാക്കി. എന്തായാലും ഈ വോട്ടിംഗ് കാര്യങ്ങൾ ഈ കഴിഞ്ഞ 1.5 മാസത്തോളം അല്ലെങ്കിൽ അത്രത്തോളം തന്നെയെന്ന് പറയാം അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ളൊരു പ്രചരണമാണ് മുന്നണികൾ നടത്തിയത്. അതിൻ്റെയൊക്കെ തന്നെ ഫലം എന്താണ് എന്ന് പാലക്കാട് മനസ്സിലൊളിപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്ന് അറിയാൻ ശനിയാഴ്ച വരെ കാത്തിരിക്കണം. പക്ഷേ എങ്കിൽ പോലും ഈ മുന്നണികളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ നാളെയോടുകൂടി ഈ മണ്ഡല മാർക്ക് എന്നത് സംബന്ധിച്ചുള്ള ഏകദേശ ചിത്രം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ 3 മുന്നണികളും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും പാലക്കാടിനി ആരെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.